1970-കളിൽ നേവി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച കൃഷ്ണൻ നായർ എന്ന ജയൻ 1974 ഫെബ്രുവരി 15 റിലീസായ ശാപമോക്ഷം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത്. എന്നാൽ അഭിനയിക്കാനുള്ള അതീവ താല്പര്യത്തോടെ ജയൻ ആദ്യമായി മുഖം കാണിച്ചത് 1972 പുറത്തിറങ്ങിയ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന പ്രേംനസീർ ചിത്രത്തിലാണ്. 1974 നടനും എഴുത്തുകാരനുമായ ജെ.സി. ശാപമോക്ഷം എന്ന ചിത്രം സംവിധാനം ചെയ്തപ്പോൾ അതിലൊരു ചെറിയ വേഷം കൃഷ്ണൻ നായർ എന്ന ജയന് നൽകുകയുണ്ടായി. ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ. അങ്ങനെ എറണാകുളം ദ്വാരക ലോഡ്ജിൽ വെച്ച് കൃഷ്ണൻ നായർ എന്ന ജയൻ്റെ ആദ്യത്തെ അഭിനയ മുഹൂർത്തങ്ങൾ സംവിധായകൻ ജെ.സി. ഷൂട്ട് ചെയ്തു. ആദ്യ രംഗം തന്നെ അതിമനോഹരമായി അഭിനയിക്കുവാൻ ജയനിൽ നടന്നു കഴിഞ്ഞു എന്നത് വാസ്തവമായിരുന്നു. നിമിഷങ്ങളെ പാറും ശലഭങ്ങളെ നിറയ്ക്കുക നിറയ്ക്കുക മധുവേഗം. ശാപമോക്ഷത്തിലൂടെ നല്ല സംവിധായകൻ എന്നുള്ള പേര് നേടിയെടുത്ത ജെ.സി. തുടർന്നുള്ള തൻ്റെ ചിത്രങ്ങളിൽ ജയനെ അഭിനയിപ്പിച്ചു. കമലഹാസൻ നായകനായി അഭിനയിച്ച അഗ്നിപുഷ്പം എന്ന ചിത്രത്തിൽ നല്ല ഒരു പോലീസ് ഓഫീസറായി ജയൻ മികച്ച വേഷം ചെയ്തു. എസ്.എൽ. സദാനന്ദൻ തിരക്കഥ രചിച്ച അഗ്നിപുഷ്പം സൂപ്പർ ഹിറ്റായിരുന്നു. സൂപ്പർ ഹിറ്റായ അഗ്നിപുഷ്പത്തിന് ശേഷം തൻ്റെ അടുത്ത ചിത്രമായ രാജാങ്കണത്തിലും ജയന് നല്ലൊരു വേഷം കൊടുക്കുവാൻ ജെ.സി. തയ്യാറായി. തുടർന്ന് ശശികുമാർ, എ.ബി. രാജ്, ഹരിഹരൻ, ഐ.വി. ശശി എന്നിവരുടെ ചിത്രങ്ങളിലൂടെ ജയൻ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ച് മലയാളത്തിൽ തിരക്കുള്ള താരമായി മാറി. 1979 ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരത്തിലൂടെ ജയൻ മലയാളത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരമായി മാറി. ശരപഞ്ചരത്തിന് ശേഷം ജയൻ ഏറ്റവും തിരക്കുള്ള നടനായി തീർന്നു. ആ വേളയിലാണ് ജെ.സി. ജയനെ വീണ്ടും സമീപിച്ചത്. ഐ.വി. ശശി ഉൾപ്പെടെ നിരവധി സംവിധായകർക്ക് ഡേറ്റ് കൊടുത്തതിനാൽ കൃത്യമായ ഡേറ്റ് ജെ.സിക്ക് കൊടുക്കുവാൻ ജയന് സാധിച്ചിരുന്നില്ല. ഇത് ജെ.സിക്ക് ജയനോടുള്ള ദേഷ്യത്തിന് കാരണമായി. അങ്ങനെ അവർ ഇരുവരും പിണങ്ങാനിട വന്നു. പലകുറി ജെ.സിയുമായിട്ട് ഇണങ്ങാൻ ജയൻ ശ്രമിച്ചുവെങ്കിലും ജെ.സി. അതിന് കൂട്ടാക്കിയില്ല. 1980 നവംബർ 16 ജയൻ കോളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് മരണമടയുകയും ചെയ്തു. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയും ജെ.സിയുമായിട്ട് ഇണങ്ങാൻ വീണ്ടും ജയൻ ശ്രമിച്ചേനെ. അത്തരത്തിൽ സ്നേഹത്തിൻ്റെ പര്യായമായിരുന്നു ജയൻ.